ഇവിടെ മലപ്പുറത്തുകാർക്ക് എല്ലാ ആഴ്ചയിലും എരുന്ത് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. എരുന്ത് മീൻസ് ആ തോടുള്ള കക്ക. നമ്മുടെ പുറത്തുള്ളവരൊക്കെ കക്ക ഇറച്ചി എന്ന് പറയും. ഇവിടേക്ക് എരുന്ത് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എല്ലാ ഞായറാഴ്ച ഇതുവഴി പോവാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എരുന്ത്. അത് എൻ്റെ അമ്മ ഞായറാഴ്ച വരുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ അമ്മ അത് എടുക്കാൻ മറന്നു പോയി. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി. കാര്യം ഇവിടെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അവർക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഉണ്ടാക്കിയിടാമെന്നുള്ളത്. ഞാൻ ഈ കൊച്ചുള്ളി ഇതൊക്കെ അത്യാവശ്യം ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അതും വലിയ സവാള ഒരെണ്ണം എടുത്ത് അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക. ഞാനിങ്ങനെ വല്ലാണ്ട് ചെയ്യുന്നതിന് ചട്ടിയിട്ട് ഇളക്കില്ല. അതിങ്ങനെ പൊത്തി വയ്ക്കും. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്ന് വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ട് വീണ്ടും അത് മൂടി വയ്ക്കും. അപ്പോൾ അത് നല്ലോണം ഇരുന്ന് വാടും. അതിന് ശേഷം അതിൽ നടുവിലൊരു കുഴി കുത്തിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല ഇടും കേട്ടോ. ചിക്കൻ മസാല ഇടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. നേരത്തെ അതൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം അത് വാടി വന്ന് പിന്നെ പൊടികളൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ തക്കാളി ഇടുക. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ നല്ലോണം വാടുമ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടുമ്പോൾ വളരെ സാധനമൊക്കെ അതായത് ഉള്ളിയൊക്കെ വളരെ കുറവായി പോകും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ കഴുകി വെച്ച എരുന്ത് അതിലോട്ട് ഇടും കേട്ടോ. അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം വേവിച്ച് ഡ്രൈ ഫ്രൈ ആവണം. അതിന് ശേഷം അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് മാറ്റാറ്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ സ്മെല്ല് വന്നപ്പോഴത്തേനും ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനെന്നും പറഞ്ഞിട്ട് ഏട്ടൻ പോയി. അത്യാവശ്യം അതായത് ഇപ്പോൾ ഒരു 50 രൂപയ്ക്കൊക്കെ ആയിട്ട് ഇവിടെ കിട്ടുക. 50 രൂപയ്ക്ക് തൊണ്ട് കളഞ്ഞ് കിട്ടും. തൊണ്ട് ഉള്ളതും ഉണ്ടായിരിക്കും, ഇല്ലാത്തതും ഉണ്ടായിരിക്കും. നമ്മൾ തൊണ്ട് കളഞ്ഞാൽ വാങ്ങുക. പണിയെടുക്കാനുള്ള മടിയും കൊണ്ടാണ് സത്യം പറഞ്ഞാൽ.